everyone, welcome back to Salam Learning. ആണ് മക്കളി നമ്മുടെ ഓൺ എക്സാം എത്തിയല്ലേ. അപ്പൊ എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. സോ ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഓൺ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ആദ്യത്തെ 2 യൂണിറ്റ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതാ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പണ്ട് ഫസ്റ്റ് ആക്ടിവിറ്റി മാത്രമായിരുന്നു കമ്പൽസറി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ചിലപ്പോൾ നമുക്ക് 1, 2, 3 ആക്ടിവിറ്റീസ് ഒക്കെ കമ്പൽസറി ആയിരിക്കും. 5, 6 ചിലപ്പോൾ ഓപ്ഷൻസ് വരാം. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലൊക്കെ ബാക്കിയുള്ള ക്ലാസ്സസിലൊക്കെ ചേഞ്ചസ് ഉണ്ട്. എന്തായാലും ഫസ്റ്റ് ആക്ടിവിറ്റി നമുക്ക് കമ്പൽസറി ആണെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ അതൊരു റീഡിങ് കോംപ്രഹെൻഷൻ ആയിരിക്കും. പുറത്തുനിന്ന് ഒരു പാസേജോ ഒരു കഥയോ ഒരു പോമോ ഒക്കെ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ വായിച്ചു നോക്കിക്കേ. റീഡ് ദ പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫോളോ. പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. While the big mice laughed and played, Meteor trained every day. ബാക്കിയുള്ള വലിയ എലികളൊക്കെ അവർക്ക് കളിച്ച് ചിരിച്ച് നടന്നപ്പോൾ നമ്മുടെ കുഞ്ഞിനെലി എന്ത് ചെയ്തു? എല്ലാ ദിവസവും ട്രെയിൻ ചെയ്തു. He ran, he balanced and he studied hard. എന്തൊക്കെയാ ചെയ്തത്? ഓടി, അതുപോലെ തന്നെ ബാലൻസ് ചെയ്യാൻ പഠിച്ചു, നന്നായിട്ട് പഠിച്ചു. He wanted to be ready for space. സ്പേസിൽ പോകാൻ വേണ്ടിയിട്ട് മെറ്റിയറിന് റെഡി ആവണമായിരുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിക്കേടാ. ഹൂ ഈസ് മെറ്റിയർ ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിലെ മെറ്റിയർ ആരാണ്? നമുക്കറിയാം നമ്മുടെ മോസ്റ്റർനെറ്റ്, നമ്മുടെ ഒരു കുഞ്ഞനെലിയാണ് നമ്മുടെ മെറ്റിയർ അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വെർ അതർ മൈസ് ഡൂയിങ് വൈൽ മെറ്റിയർ വാസ് ട്രെയിനിങ്? മെറ്റിയർ ട്രെയിനിലായിരുന്നപ്പോൾ ബാക്കിയുള്ള എലികൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? ബിഗ് മൈസ് ലാഫ് ചെയ്യും, പ്ലേ ചെയ്യുമായിരുന്നു അല്ലെ, ചിരിക്കുകയും കളിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു പാസേജിൽ തന്നെയുള്ള കാര്യം, ആൻസേഴ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. അത് ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതിയായിരിക്കും. അടുത്ത് നോക്കിക്കേടാ. ലിസ്റ്റ് 2 തിങ്സ് മെറ്റിയർ ഡിഡ് ടു പ്രിപ്പയർ ഫോർ സ്പേസ്. സ്പേസിൽ പോകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ മെറ്റിയർ ചെയ്ത 2 കാര്യങ്ങൾ പറയാൻ. അത് നമുക്കിതാ ഇവിടെ തന്നെയുണ്ട്. ഏതാണ്? He ran, he balanced, he studied hard എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അതാണ് അവിടെ എഴുതേണ്ട ആൻസർ. അടുത്ത് നോക്കിക്കേ. ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദിസ് പാസേജ്. ഈ പാസേജിനെ പറ്റിയ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡിങ്, ഒരു ടൈറ്റിൽ കൊടുക്കാനാണ്. സോ ഹൂ ഈസ് മെറ്റിയർ ഇൻ ദ സ്റ്റോറി എന്ന് ചോദിച്ചാൽ മെറ്റിയർ ഒരു സ്മോൾ മൗസ് ആണ്. സ്പേസിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നൊരു മൗസ് ആണ്. ബാക്കിയുള്ളവർ എന്താ ചെയ്തിരുന്നത്? ബാക്കിയുള്ളവർ ലാഫിങ്ങും പ്ലേയിങ്ങും ആയിരുന്നു. മെറ്റിയർ ചെയ്ത 2 കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ ഹി റാൻ ആൻഡ് ബാലൻസ്ഡ് എവറി ഡേ, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റഡീഡ് ഹാർഡ്. 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ 3-ൽ ഏത് നമുക്ക് എഴുതാം. ഒരു സ്യൂട്ടബിൾ പാസേജ് പറഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു പാസേജിനെ പറ്റിയ ഹെഡിങ് പറയാൻ പറഞ്ഞാൽ, ടൈറ്റിൽ പറയാൻ പറഞ്ഞാൽ മെറ്റിയേഴ്സ് ഹാർഡ് വർക്ക് എന്ന് നമുക്ക് പറയാം. ദ ലിറ്റിൽ ബ്രേവ് ലിറ്റിൽ മൗസ് എന്ന് പറയാം. ഡ്രീം ടു ഫ്ലൈ എന്ന് പറയാം. മൗസ് ഇൻ ട്രെയിനിങ് എന്ന് പറയാം. അപ്പോൾ ഇതായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡിങ് നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു പാസേജ് തന്നിട്ട് ഒരു പോം തന്നിട്ടോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരിക്കും. ആ ഒരു പാസേജ് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും. 2 മണിക്കൂറായിരിക്കും എക്സാം. അപ്പോൾ ആ ഒരു പാസേജ് മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? ആ ഒരു സമയത്ത് വായിക്കുക. എന്നിട്ട് പ്രോപ്പറായിട്ട് എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിന് ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈസി ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. മാത്രമല്ല കൂടുതൽ കണ്ടന്റ്സിന് വേണ്ടിയിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ബാച്ച് ഉള്ളത്, നമ്മുടെ വജ്ര ബാച്ച് ഉള്ളത്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നിങ്ങൾ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരെയും നമ്മുടെ മാരത്തോണിൽ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ടീച്ചേഴ്സ് വെയിറ്റിംഗ് ആണ്. എല്ലാവരെയും മാരത്തോണിൽ കാണാം.